ഈ കപ്പൽ ആടി ഉലയില്ല സാർ. ഈ കപ്പലിന് കപ്പിത്താനുണ്ടോ സാർ? കപ്പലിന് 4 കാലുണ്ട് സാർ. പക്ഷെ കാലും പോയി, കപ്പിത്താനും പോയി, കപ്പൽ ആടി ഉലഞ്ഞ് കപ്പലിലുള്ള ആളുകളും പോയി, എല്ലാം പോയി, ആകെ നാശക്കോട്ടയായി നിൽക്കുമ്പോഴാണോ ശശി തരൂർ അത്ര മന്ദബുദ്ധിയും മണ്ടനുമൊന്നുമല്ല? ഒരു വ്യവസായി ദുബായിൽ ഇരുന്നുകൊണ്ട് കറക്കിയാൽ ഉടനെ കേരളത്തിൽ ഓടി വന്ന് CPM-ൽ ചേരാൻ അത്ര വലിയ മന്ദബുദ്ധിയൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന് കോൺഗ്രസ് മടുത്തു. അദ്ദേഹം ഒരുപാട് പേരെടുത്ത് പറഞ്ഞു, എനിക്ക് മടുത്തു കോൺഗ്രസ്, ഇതിനകത്ത് ഞാൻ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മടുത്തു. അപ്പോൾ പിന്നെ പുള്ളിക്കുള്ളൊരു ഓപ്ഷൻ BJP ഉള്ളൂ. BJP പോവുക, പുള്ളിക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കാം. പുള്ളി BJP പോവുക, BJPക്ക് മന്ത്രിയാവാൻ പറ്റും. പുള്ളിക്ക് മന്ത്രിയാവുക, മന്ത്രിയായിട്ട് പിന്നെ തിരുവനന്തപുരത്ത് വന്നിറന്ന് തോണ്ടരുത്. പിന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ പരിപാടികളുണ്ട്, വിദേശകാര്യ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ പോയി ഇന്ത്യയുടെ ഒരു നാവായിട്ടിരിക്കാൻ ശശി തരൂർ, അതാണ് പുള്ളിയുടെ പോസ്റ്റും. അതാണ് തിരുവനന്തപുരത്ത് മത്സരമൊക്കെ മതി, വയസ്സായില്ലേ, 4-5 പ്രാവശ്യം ജയിച്ച്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് ശശി തരൂർ ചെയ്യേണ്ടത്. CPM പോയിട്ട് എന്ത് ചെയ്യാനാണ്? എന്തായാലും ഭരണം UDF-നാണ് കിട്ടാൻ പോകണമെന്നാണ് എല്ലാ സർവേകളും. കാര്യങ്ങൾ അങ്ങനെയാണ് നീങ്ങുന്നത്. മാക്സിമം പോയാൽ തൂക്കസഭയായിരിക്കും. തൂക്കസഭയായാലും ശശി തരൂരിനൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ ശശി തരൂരിനെ പിന്നെ CPM മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് നിർത്തുകയാണെങ്കിൽ ഓക്കെ, അതൊരു നല്ല ഓപ്ഷനാണ്. കേരളത്തിലെ CPM-ൻ്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ശശി തരൂർ, ഓക്കെ, സമ്മതിച്ചു. അല്ലെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്തൊരു മന്ത്രി, അങ്ങനെ ഒരു കൃത്യമായ ഓഫറിലൂടെയാണ് ശശി തരൂർ നിൽക്കുകയാണെങ്കിൽ. അല്ലെങ്കിലുള്ള കുഴപ്പമുണ്ട്. CPM-ൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. MK സാനി മാഷിനെ കൊണ്ടുവന്നു, സെബാസ്റ്റ്യൻ പോളിനെ കൊണ്ടുവന്നു, ഒരു ഡോക്ടർ മനോജിനെ കൊണ്ടുവന്നു, പിന്നെ ഒത്തിരി ഡോക്ടർമാർ. അതായത് 57-ലെ EMS മന്ത്രിസഭയിൽ മുണ്ടശ്ശേരി മാസ്റ്ററും ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലുള്ള കുറച്ച് പേര് വന്നു, അവരെ മന്ത്രിയൊക്കെ ആക്കി, അവർക്ക് മാന്യമായിട്ട് സ്ഥാനം കൊടുത്തു. അതിനുശേഷം നാളിതുവരെ ആര് വന്നിട്ടുണ്ടെങ്കിലും ഒരു ടേൺ അല്ലെങ്കിൽ 2 ടേൺ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിയിലെ കർഷക സംഘത്തിൻ്റെയോ കർഷകത്തിലുള്ള യൂണിയൻ്റെയോ ഒക്കെ ചാർജ് കൊടുക്കും. ഒരു കാര്യമില്ല, അവർക്കത് ചെയ്യാനും പറ്റേയില്ല. പാർട്ടിയിൽ നിന്ന് പോയാലും പാർട്ടി വിമതനാവും, വഞ്ചകനാവും, ശത്രുവാകും, പ്രശ്നമാവും, ആകെ കുഴപ്പമാവും. അൽഫോൺസ് കണ്ണന്താനം ആദ്യത്തെ തവണ ജയിച്ചു, 2ാം തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തോ? എവിടെയാണ് സീറ്റ് കൊടുത്തത്? ആദ്യ തവണ തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. മന്ത്രിയാക്കിയോ? VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയാക്കാമെന്ന് പിണറായി വിജയൻ്റെ ശക്തമായ വാക്കുണ്ടായിരുന്നു. പക്ഷേ VS മറ്റ് ചില ആളുകളുടെ, മരിച്ചുപോയി ചില ആളുകളൊക്കെ, അതിനുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല, മറ്റ് ചില ആളുകളുടെ വശംവദൻ ഭീഷണിയിലൊക്കെ വീണ് പിന്നെ അൽഫോൺസ് കണ്ണന്താനം അച്യുതാനന്ദനെ വിഴുങ്ങുന്ന വലിയ നേതാവായിട്ട് വരും, അല്ലെങ്കിൽ ഭയങ്കര വിവാദങ്ങളുണ്ടാക്കും, മന്ത്രിസഭയ്ക്ക് ഭീഷണിയാവും, കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്ത് അച്യുതാനന്ദൻ സ്ട്രോങ് നിലപാടെടുത്തു. VS-നെ പറ്റൂല, അൽഫോൺസ് കണ്ണന്താനത്തെ പറ്റൂല, അദ്ദേഹത്തിന് പറ്റിച്ചില്ലേ എന്ന്. പക്ഷേ അദ്ദേഹം പോയി, പിന്നെ BJP പോയി, മന്ത്രിയായി, അത് പോയി, അത് വേറെ ലൈനിൽ പോയി. പിന്നെ അത് BJP-യുടെ പാർലമെൻ്ററി പാർട്ടിയിലോ ദേശീയ സമിതിയിലൊക്കെ ഉണ്ട്, ഒരുപാട് കമ്മിറ്റികളിലൊക്കെ ഉണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ സേഫ് സോണിൽ നിൽക്കുന്നു. അല്ലാതെ ഇവിടെ ആരാ നിങ്ങൾ നിർത്തിയിട്ടുള്ളത്? CPM-നകത്ത് വന്ന ഏത് സ്വതന്ത്രനെയാണ് അങ്ങനെ പരിഗണിച്ച് നിർത്തി? വരുമ്പോൾ വളരെ ആവേശത്തോടെ പിടിക്കും, 1 പ്രാവശ്യം സീറ്റ് കൊടുക്കും, മാക്സിമം പോയാൽ 2 പ്രാവശ്യം, അതിനപ്പുറം കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കകത്ത് നിന്ന് കറങ്ങിക്കോണം. അത് നടക്കുന്ന കാര്യമില്ല. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു 1.5 ലിറ്റർ കൂടുതൽ ഉള്ള ഒരു ഡീസൽ അടിക്കുന്ന ഒരു വസ്തുവാണ്. അല്ല, ഭയങ്കര ആംബിയൻസ് ഉള്ള ആളല്ലേ. ഭാഷാപരമായിട്ടാവട്ടെ, സാഹിത്യരംഗത്താകട്ടെ, എഴുത്തിൻ്റെ കാര്യത്തിൽ, പ്രഭാഷണത്തിൻ്റെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ, അന്താരാഷ്ട്ര തലത്തിലെ ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ ഒരു ഹൈപ്പുള്ള മനുഷ്യനാണ് ശശി തരൂർ. അദ്ദേഹത്തിന് ഈ കേരള സ്റ്റേറ്റിൻ്റെ ഒരു ചെറിയ പാർട്ടിയുടെ നേതാവായിട്ട് ആരംഗീകരിക്കാൻ? അല്ലെങ്കിൽ CPM-കാർ അംഗീകരിക്കും, പാർട്ടിക്കാർ അംഗീകരിക്കും? ഒന്നുമില്ല. അദ്ദേഹം പോവുകയാണെങ്കിൽ അധികാര പാർട്ടിക്കാരെ കൂടെ പോവുക, കേന്ദ്രത്തിൽ പോവുക, അവിടെ മന്ത്രിയാവുക, അല്ലെങ്കിൽ സഹമന്ത്രിയാവുക, അല്ലെങ്കിൽ അവരുടെ വിദേശകാര്യ വക്താവുക. ഒത്തിരി സാധ്യതകളുണ്ട്. അഡ്വൈസറൊക്കെ ആയി വലിയ കാറും, അതായത് ക്യാബിനറ്റ് പദവിക്ക് തുല്യമായ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, ഭരണഘടനാ പദവികളൊക്കെ ഉണ്ട് രാജ്യത്ത്. അതിലേതെങ്കിലും വാങ്ങിക്കുക, മാന്യമായിട്ട് രാജ്യം മുഴുക്ക വിലസുക. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നാഷൻ ഫസ്റ്റ്, കൺട്രി ഫസ്റ്റ്. ഞാൻ കൺട്രിക്ക് വേണ്ടി കൺട്രിയാവാൻ വരെ തയ്യാറാണെന്നാണ്. ഐ ആം നോട്ട് എ ഗുഡ് മാൻ, ഞാൻ നല്ല മനുഷ്യനല്ല. പക്ഷേ രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് രക്തം തിളയ്ക്കും. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. പക്ഷേ എനിക്ക് തിളയ്ക്കാൻ ചോരയില്ല. എനിക്ക് ഭാരതമെന്ന പാട്ട് പോലെ ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അതുകൊണ്ട് ഭാരതം ആര് ഭരിച്ചാൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഞാൻ ഉയർത്തിപ്പറയും, BJP-യും പറയും, ഭാരതത്തെ ഉയർത്തിപ്പറയും. അതുകൊണ്ട് ഞാനൊരു നാഷണലിസ്റ്റാണ്, ഇൻ്റർനാഷണലിസ്റ്റ് അല്ല. ഞാനൊരു ദേശീയവാദിയാണ്. എനിക്ക് രാജ്യമാണ് വലുത്, രാജ്യം എൻ്റെ അമ്മയാണ്, അച്ഛനാണ് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. വേറത്തെ ഒരു 1.5 ഉരുപ്പടി വേറെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയത് നരേന്ദ്രമോദിയാണ്. അവർക്കും വലിയ ഇഷ്ടമാണ് ഇദ്ദേഹത്തെ. രാജീവ് ചന്ദ്രശേഖരന് വരെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചേരുക. തിരുവനന്തപുരത്ത് ആരെങ്കിലുമൊക്കെ മത്സരിക്കട്ടെ, BJP അല്ലെങ്കിൽ കോൺഗ്രസ് വേറെ ആരെങ്കിലുമൊക്കെ മത്സരിച്ച് ജനങ്ങളാരെ തീരുമാനിക്കുക, അത് വന്നോട്ടെ, അതൊന്നും വിഷയമല്ല. കേന്ദ്രത്തിൽ നിങ്ങൾ, ഡൽഹിയിൽ നിങ്ങൾ മുടിചൂടാ മന്നനായി രാജാവായി വാഴണം.
അങ്ങനെ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെയും കെ എസ് വേണുഗോപാലിൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മുമ്പിൽ കൂടി കൊടിവെച്ച കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഗവർണറാകണം, നല്ല പദവിയല്ലേ എവിടെയെങ്കിലും. അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഇപ്പോൾ ആയി രാധാകൃഷ്ണൻ, അതുകൊണ്ട് പെട്ടെന്നൊരു സ്കോപ്പില്ല. രാഷ്ട്രപതി മുർമുവിൻ്റെ സമയം കഴിഞ്ഞോ എന്നൊന്ന് അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ പീരീഡ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ രാധാകൃഷ്ണന്, സി.പി. രാധാകൃഷ്ണൻ. അതുകൊണ്ട് അത് കിട്ടുമെന്നറിയില്ല. അല്ലെങ്കിൽ മറ്റ് പൊസിഷനുകൾ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഹയർ പോസ്റ്റുകളിൽ പിടിക്കുന്നതാണ് നല്ലത്. ലോവർ പോസ്റ്റുകളിൽ കയറി പിടിക്കരുത്. CPM-ൽ പോയാൽ വളരെ ലോവർ പോസ്റ്റേ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് CPM അണ്ണൻ വിട്ടുപിടിക്കണം. CPM-ൽ പോയിട്ട് അണ്ണൻ ഒന്നും ചെയ്യാനില്ല. 4 ദിവസം കഴിയുമ്പോൾ അവരെടുത്ത് തൂരക്കളയും, അല്ലെങ്കിൽ അകത്ത് നിൽക്കാൻ പറയും. അകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനവും കാണില്ല. ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും അങ്ങേക്ക് അവസ്ഥ. അതുകൊണ്ട് അങ്ങ് അവിടെയൊന്നും പോകരുത്. പോവുകയാണെങ്കിൽ മോദിയുമായിട്ട് ഡയറക്റ്റിൽ, വേറെ ഇടയ്ക്ക് ആരെയും വയ്ക്കരുത്. ഒന്നുകിൽ നരേന്ദ്രമോദി, അല്ലെങ്കിൽ പിന്നെ നിതിൻ ബബിൻ, അല്ലെങ്കിൽ അമിത്ഷാ. 3 പേരെ, 4മതൊരാളുമായിട്ട് ചർച്ച വയ്ക്കരുത്. 3 പേരിൽ പറ്റുമെങ്കിൽ മോദി, പറ്റുമല്ലോ, താങ്കൾ അവിടെ ഗുഡ് ബുക്കിലുള്ള ആളല്ലേ, പോവുക, ഡയറക്റ്റ് ഡീൽ വയ്ക്കുക, കോൺട്രാക്റ്റ് വയ്ക്കുക, ഡയറക്റ്റായിട്ട് തന്നെ കേന്ദ്രത്തെ സഹായിക്കുക. താങ്കൾക്ക് നാഷണലിസ്റ്റായിട്ട് ഇനിയുള്ള ശിഷ്ടകാലം. പിന്നെ അപ്പോൾ ഒരു കാര്യമുണ്ട്, താങ്കൾ എഴുതിയ ചില പുസ്തകങ്ങളുണ്ട്, താങ്കൾ ഹിന്ദുവാണ്, ഹിന്ദുത്വം അല്ല എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മാതൃഭൂമി ലേഖനമുണ്ട്. പിന്നെ താങ്കൾ DC ബുക്സിൻ്റെയും KLF-ലും അവിടെ ഇവിടെയൊക്കെ പോയി പ്രസംഗിച്ച ചില, അതൊന്നും കാര്യമില്ല. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ രാവിലെ ഇത് നോക്കുക. 5-6 ദിവസം ട്രോളൊക്കെ വരും. അതൊക്കെ എത്രയോ ട്രോൾ താങ്കൾക്കെതിരെ വന്നതാണ്. എന്നിട്ട് താങ്കൾ വല്ല മഹാമേരുവിനെ പോലെ താങ്കൾക്ക് എവിടെയെങ്കിലും കുലുക്കമുണ്ടായി? ഒരു കുലുക്കവും ഇല്ല. താങ്കൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. താങ്കൾ വച്ച് പിടിക്കുക. താങ്കൾക്ക് പറ്റിയത് ഒന്നുകിൽ കോൺഗ്രസിനകത്ത് നിൽക്കുക. പക്ഷേ വേറെ കാര്യമുണ്ട്, കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി താങ്കളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കണ്ടൊരു ചർച്ചയൊക്കെ നടത്തി ഗുണകരമായി വന്നാൽ ചിലപ്പോൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുമോ എന്നറിയില്ല. ഇലക്ഷൻ്റെ ചുമതല ഇപ്പോൾ രമേശ് ചെന്നിത്തല ക്ലിയർ ആക്കിയല്ലോ, പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ആക്കിയപ്പോൾ അതിൻ്റെ രക്ഷാധികാരിയായിട്ടൊക്കെ അല്ലെങ്കിൽ വലിയ പോസ്റ്റിലേക്കൊക്കെ താങ്കളെ ചിലപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ അംബാസഡറായിട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വയ്ക്കാമല്ലോ. കോൺഗ്രസ് വെച്ച് സംതൃപ്തനാണെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ താങ്കൾ പോകേണ്ടത് BJP-യിലാണ്. ഈ കേരള കോൺഗ്രസ്സിലോ, മാണി ഗ്രൂപ്പിലോ, ജോസഫ് ഗ്രൂപ്പിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന RSP-യിലോ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടികളിലോ, ഗണേഷിൻ്റെ പാർട്ടിയിലോ, CPM-ലോ CPI-ലോ ഒന്നും പോയി ചേരരുത്. അത് നിങ്ങൾക്ക് ചേർന്നതല്ല. താങ്കളവിടെ ചെന്നാലും ആദ്യം പുത്തനച്ച് പുരപ്പുറം തുറക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കും. 4 ദിവസം കഴിയുമ്പോൾ പിറങ്കാല് കൊണ്ട് ചവിട്ട് കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊന്നും പോകരുത്. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി നാഷണൽ പാർട്ടിയാണ്, അത് BJP തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ